ദൈവനാമത്തിന് മഹത്വം. ഈ പ്രത്യാശയുടെ ദൂത് ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഒരു നല്ല അവസരവും കൂടെ വലിയവനായ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതുപോലെ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഇനി ലഭിക്കുമോ എന്ന് ആർക്കും പറയുവാൻ സാധിക്കില്ല. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന നിമിഷമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കുന്നത് ഈ ഒരു നിമിഷമാണെങ്കിൽ ഈ നിമിഷത്തിലാകണം നമ്മുടെ തീരുമാനങ്ങളും നടപ്പിലാക്കേണ്ടത്. അതിനായി സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പ്രത്യാശ ദൂതുകളെ ശ്രവിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞങ്ങൾ സ്തോത്രമർപ്പിക്കുന്നു. തിരുവചനത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളെ ശക്തീകരിച്ചാലും ഈ തിരുവചനം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. മാനവും മഹത്വമെല്ലാം ദൈവമേ അങ്ങ് തന്നെ എടുക്കണം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ, ആമേൻ. മിക്കി മൗസ് എന്ന കാർട്ടൂൺ കഥാപാത്രത്തെ അറിയാത്തവരായിട്ട് ലോകത്തിൽ ആരും തന്നെയില്ല. മിക്കി മൗസ് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചാനലാണത്, ഒരു പ്രോഗ്രാമാണത്. അവരെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഗ്രഹീതമായൊരു കാർട്ടൂൺ കഥാപാത്രം. എന്നാൽ ഈ കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് പലർക്കും അറിയാം. എങ്കിലും അത് അല്പമായിട്ട് ഇവിടെ ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മിക്കി മൗസിൻ്റെ സൃഷ്ടാവെന്ന് പറയുന്നത് വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന ഒരു ലോകപ്രശസ്തനായ കാർട്ടൂണിസ്റ്റ് കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ കൂടെയാണ് ഈ മിക്കി മൗസ് എന്ന കഥാപാത്രം ജനിച്ചത്. അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിലുള്ള കഥയാണ്. അദ്ദേഹം ഒരുപാട് കാർട്ടൂൺ ചിത്രങ്ങളൊക്കെയും വരയ്ക്കുന്ന ആളാണ്. ഒരുപാട് ചിത്രങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് അനേകർക്ക് അയച്ചു കൊടുത്തു. എന്നാൽ അതെല്ലാം തള്ളപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടി പോലും അദ്ദേഹത്തെ പ്രശസ്തനാക്കുകയോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുകയോ ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നില്ല. പലരും അദ്ദേഹത്തെ പുറന്തള്ളി. ഇതെന്ത് വർക്കാണ്, ഇതെന്ത് വർക്ക്, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പുറന്തള്ളി. അദ്ദേഹത്തിൻ്റെ വർക്കിന്, പ്രവൃത്തിക്ക് വലിയ മാനമൊന്നും കൽപ്പിച്ചില്ല. ഇതിൽ വളരെ നിരാശനായ വാൾട്ട് ഡിസ്നി ഒരു പള്ളിയുടെ സമീപത്തുള്ള ചെറിയ ഒരു കുടിലിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. അഴുക്കും പൊടിയും ഒക്കെ നിറഞ്ഞ ആ ചെറിയ കുടിലിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം തൻ്റെ കാർട്ടൂൺ സൃഷ്ടിയൊക്കെ നടത്തുന്നത്. ഇങ്ങനെ കാർട്ടൂൺ സൃഷ്ടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓർക്കുക, അദ്ദേഹം വളരെ നിരാശനാണ്. അദ്ദേഹത്തിന് തൻ്റെ പഴയ സൃഷ്ടികളൊന്നും ആരും അംഗീകരിക്കാത്തത് കൊണ്ടും പലരും അദ്ദേഹത്തെ തള്ളിയതുകൊണ്ടും വളരെ നിരാശയോടെ ആ കുടിലിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഇരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് അദ്ദേഹം ആ കുടിലിൻ്റെ ഉള്ളിലിരിക്കുന്ന സമയത്താണ് ഒരു ചെറിയ എലി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൂടെ ഓടി പാഞ്ഞ് പുറത്തേക്ക് പോയത്. ഒരു ചെറിയ എലി. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കലാകാരൻ്റെ മനസ്സ് ഉണർന്നു. അദ്ദേഹം പെട്ടെന്ന് ആ എലിയെ ശ്രദ്ധിച്ചു. ആ എലിയിൽ നിന്നും ഉൾക്കൊണ്ട പ്രചോദനമാണ് അദ്ദേഹത്തെ മിക്കി മൗസ് എന്ന പേരിൽ ലോകത്തിൽ പ്രശസ്തി ആർജിച്ച ഒരു കാർട്ടൂൺ കഥാപാത്രത്തിന് ജന്മം കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ശ്രദ്ധിക്കുക, വാൾട്ട് ഡിസ്നിയെ ഇത്രയധികം പ്രശസ്തനാക്കിയത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൂടെ ഓടിപ്പാഞ്ഞുപോയ ഒരു ചെറിയ കുഞ്ഞ് എലിയാണ്. ഇവിടെ ഈ ഭാഗത്ത് എന്ത് പ്രസക്തമാണ്, ഇത് അനുയോജ്യമാണോ എന്ന് നമുക്ക് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്താ? ദൈവത്തിൻ്റെ സഭയോട് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഇടപെടുന്നത്, എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് സഭയോട് ഇടപെടുന്നത്? നമ്മൾ ചിന്തിച്ചു, ആദിമസഭയിൽ എങ്ങനെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു, അപ്പോസ്തലന്മാർ എങ്ങനെ ശക്തി പ്രാപിച്ചു, എങ്ങനെ അവർ പ്രസംഗിച്ചു, എങ്ങനെ അവർ ബലത്തോടു കൂടെ നിന്നു, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആധികാരികമായിട്ട് ചിന്തിച്ചു. ഇവിടെ നമ്മളിപ്പോൾ ചിന്തിക്കുന്നതും നേരത്തെ ചിന്തിച്ചിരുന്നതിൻ്റെ ഒരു ബാക്കി പത്രം. നമ്മൾ ചിന്തിച്ചിരുന്നില്ലേ, യേശു ക്രിസ്തുവാകുന്ന ശരീരത്തെ ദൈവത്തിൻ്റെ സഭയോട് ഉപമിച്ചുകൊണ്ട് അപ്പോസ്തലൻ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദൈവസഭ അന്ന് എങ്ങനെയാണ് വിജയിച്ചിരുന്നത് എന്ന് അന്ന് നമ്മൾ ചിന്തിച്ചു.
കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇവയൊന്നുമില്ലാതെ തലയാകുന്ന ക്രിസ്തുവിന് കീഴ്പ്പെട്ട് സഭ ക്രിസ്തുവിനാൽ പരിപോഷിക്കപ്പെട്ടു എന്നാണ് നമ്മൾ അന്ന് ചിന്തിച്ചത്. ഇവിടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് ദർശിക്കാൻ കഴിയും. ഒരു മാറ്റമുണ്ടാകുന്നതിന്, ഒരു വലിയ അനുഭവം സൃഷ്ടിക്കപ്പെടുന്നതിന് ഒരു വലിയ സംഭവം വേണ്ട എന്നുള്ളതാണ് നാം നേരത്തെ ചിന്തിച്ച കഥയിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. വാൾട്ട് ഡിസ്നിയെ ലോകപ്രശസ്തനാക്കുവാൻ ഇടയാക്കിയത് ഒരു ചെറിയ എലിയാണ്. അതുപോലെ ദൈവത്തിൻ്റെ സഭയെ നടത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ ഇന്ന് ഈ തിരുവചനം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ചിന്തിക്കുക, ഈ നിമിഷം എടുക്കുന്ന ഒരു ചെറിയ തീരുമാനം മതി. ഈ നിമിഷം നമ്മൾ എടുക്കുന്ന ചെറിയ തീരുമാനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നാം ചിന്തിച്ചിട്ടില്ലേ, നാവ് ചെറിയൊരു അവയവമാണെങ്കിലും അത് വലിയ കാട് കത്തിക്കുന്നുവെന്ന്. നിസ്സാരമെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ചെറിയൊരു അവയവമാണ് നാവ്. നിസ്സാരമെന്ന് പറയാൻ ഒക്കില്ലല്ലോ, കാരണം ഈ നാവില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ലോകത്തിൽ പലതും സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഈ ചെറിയ നാവ് കൊണ്ട് വലിയ കാട് കത്തിക്കുന്നു എന്നുള്ളതാണ് നാം ഗ്രഹിച്ചിരിക്കുന്നത്. അതുപോലെ ഈ നിമിഷമെടുക്കുന്ന ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നാം ചിന്തിച്ചല്ലോ, ക്രിസ്തുവിൻ്റെ കാലത്ത് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെയാണ് സഭ അനുഗ്രഹിക്കപ്പെട്ടത്, എങ്ങനെയാണ് ശക്തീകരിക്കപ്പെട്ടത് എന്ന്. അവിടെയും നമ്മളറിയാതെ ഒരു വലിയ രഹസ്യം, എന്നാൽ ദൈവത്തിന് വെളിപ്പെട്ടിരിക്കുന്ന, ദൈവത്തിന് അറിയാമായിരുന്ന ഒരു വലിയ സത്യം അവിടെയും പ്രവർത്തിച്ചിരുന്നു. നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ഇതാരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഒട്ടനവധി പേർക്കും സുവ്യക്തമാണ്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്നാണ് ഈ വാക്യത്തിൽ എഴുത്തുകാരൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് കടന്നു വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്ന്. എന്തുകൊണ്ട് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ സഭ ശക്തിയോടുകൂടെ മുന്നേറി? അവിടെയും തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിനാൽ അവർ ഉപദേശിക്കപ്പെട്ടു എന്ന് സാരം. അങ്ങനെയല്ലേ വാക്യത്തിൽ പറയുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവർക്ക് ബോധ്യം വന്നു. അവരെപ്പോഴും പരിശുദ്ധാത്മാവിനാൽ ഉപദേശിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു എന്ന് സാരം. പരിശുദ്ധാത്മാവിനാൽ അവർ ഉപദേശിക്കപ്പെട്ടതുകൊണ്ട് അവരുടെ തെറ്റുകളെ വിലയിരുത്തുവാൻ, അവരുടെ പരാജയങ്ങളെ പുനഃപരിശോധിക്കുവാൻ അവർക്ക് ഓരോ അവസരങ്ങളും ഉണ്ടായി വന്നു. ഈ അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു നല്ല ഉപദേഷ്ടാവായി, ഗുരുവായി, നല്ല വഴികാട്ടിയായി പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ അന്ന് ശക്തിപ്പെട്ടത്. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സഭ അനുഗ്രഹിക്കപ്പെട്ടത് അവർ ദൈവാത്മാവിനാൽ ഉപദേശിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ നിമിഷമെടുക്കുന്ന തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിനാൽ ഉപദേശിക്കപ്പെടുവാൻ നാം സന്നദ്ധനാണെങ്കിൽ നമ്മുടെ ജീവിതം മാറിമറിയാൻ പോവുകയാണ്. വെറുമൊരു ചെറിയ എലിയെ കണ്ട് പ്രചോദിതനായി തീർന്ന വാൾട്ട് ഡിസ്നി ലോകപ്രശസ്തനായ കാർട്ടൂണിസ്റ്റായി, കുട്ടികളുടെ പ്രിയങ്കരനായ കാർട്ടൂണിസ്റ്റായി മാറിയത് നാം കേട്ട് കഴിഞ്ഞില്ലേ? ചെറിയ ഒരു എലിയാണ് അദ്ദേഹത്തിൻ്റെ പ്രചോദനം. ഇവിടെ നാം ചിന്തിക്കുന്നത് ചെറിയ നമ്മുടെ തീരുമാനം, എന്നാൽ അവിടെ പ്രവർത്തിക്കുന്നത് വലിയവനാകുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മെ ഉപദേശിക്കുമ്പോൾ, നമ്മെ സകല സത്യത്തിലും ഉപദേശിച്ച് വഴി നടത്തുമ്പോൾ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ബോധ്യം വരുമ്പോൾ നമ്മുടെ ജീവിതം മാറിമറിയും. നമ്മുടെ ആരാധന അന്തരീക്ഷത്തിന് വ്യത്യാസം വരും. നമ്മുടെ ആത്മീയ ആരാധന അഭിവൃദ്ധിപ്പെടും. വീണ്ടും നമുക്കൊരു വാക്യത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അപ്രകാരം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ വ്യക്തമാകാത്ത വാക്കുകളോടുകൂടിയ ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു. ഈ വാക്യത്തിൻ്റെ പ്രാരംഭത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം. അപ്രകാരം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ സഭ ശക്തിപ്പെട്ടത്?
അയ്യോ, ഞാൻ ബലഹീനനാണ്, എനിക്ക് ശക്തിയില്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ദുഷിച്ച പരാജയപ്പെട്ട ആധുനിക സഭയുടെ ഉള്ളിൽ അഴുക്ക് ചാലിൽ കിടന്ന് വളരെയേറെ വേദനപ്പെടുന്ന എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിരാശയുടെ വാക്കുകൾ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് ഞങ്ങൾ കേൾക്കാറുണ്ട്. ഈ നിരാശയുടെ വാക്കുകൾക്കപ്പുറമായി ക്രിസ്തുവിൽ സഭ എങ്ങനെ ശക്തീകരിക്കപ്പെട്ടു എന്നുള്ള തിരുവചന സത്യത്തിൽ നിന്ന് മനസ്സിലാക്കണം. അവരുടെ ബലഹീനതകളിൽ അവരെയും ശക്തിപ്പെടുത്തിയത്, ബലഹീനതകളിൽ സഭ വളർന്നതും പരിശുദ്ധാത്മാവ് അവരുടെ ബലഹീനതയിൽ തുണ നിന്നതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് അവരുടെ ബലഹീനതകളിൽ തുണ നിന്നതുകൊണ്ട് അവർ ബലഹീനതയിൽ ശക്തിപ്പെട്ടു, അവർ അനുഗ്രഹിക്കപ്പെട്ടു, അവർ തങ്ങളുടെ ആരാധനയിൽ ഏറ്റവും ബലം പ്രാപിച്ചു. ഇവിടെ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല പരിശുദ്ധാത്മാവിനെ. ഈ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. കൂടുതൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ വിശുദ്ധ ബൈബിൾ നമ്മുടെ കൈകളിലുണ്ട്. നാം വായിക്കുക, പഠിക്കുക, വളരുക. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് സഭയെ നടത്തിയതെന്ന്, എങ്ങനെയാണ് സഭയെ ബലപ്പെടുത്തിയതെന്ന് എല്ലാം വളരെ വ്യക്തമായിട്ട് ഈ ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും നമുക്ക് ഒരു തെളിവും കൂടെ പരിശോധിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 2 അധ്യായം 13 വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 2 അധ്യായം 13 വാക്യം. അത് ഞങ്ങൾ മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയ സത്യം ആത്മീയ വചനങ്ങളാൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സഭ എങ്ങനെയാ അഭിവൃദ്ധി പ്രാപിച്ചത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞങ്ങൾ മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ നിത്യം വഴി നടത്തിയിരുന്നു എന്ന് സാരം. അവർക്ക് വെളിപ്പെട്ട മർമ്മങ്ങൾ മാനുഷികമായി വെളിപ്പെട്ടതല്ല. മാനുഷികമാകുന്ന ഒരു ഗുരുക്കന്മാരുടെയും അടുക്കിൽ നിന്നും അഭ്യസിക്കപ്പെട്ടതല്ല ക്രിസ്തുവിൽ ദൈവസഭയുടെ ഉപദേശങ്ങളും തത്വങ്ങളും. മാനുഷിക ജ്ഞാനം പരിമിതമാണ്. അത് ഈ ലോകത്തിൽ നിന്നും പ്രാപിക്കുന്നു, ഈ ലോകത്തിൽ തന്നെ അവസാനിക്കുന്നു. എന്നാൽ പരിജ്ഞാനമോ അത് ദൈവത്തിങ്കിൽ നിന്നും വരുന്നു, അത് ഈ ലോകത്തിൽ പ്രാപിക്കുന്നു, നിത്യജീവനിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നു. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സഭ പരിശുദ്ധാത്മാവിനാൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു, പരിശുദ്ധാത്മാവിനാൽ ഉപദേശിക്കപ്പെട്ടിരുന്നു, പരിശുദ്ധാത്മാവിനാൽ മർമ്മങ്ങൾ വെളിപ്പെട്ടിരുന്നു. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പരിശുദ്ധാത്മാവ് അവർക്ക് അനേക മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. ജോയൽ പ്രവചനം പറയുന്നത്, പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് എൻ്റെ ജനം വഷളായി നടക്കുന്നു, ക്രമം കെട്ട് നടക്കുന്നു എന്ന്. പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ദൈവസഭ ഈ ആധുനിക യുഗത്തിൽ ക്രമം കെട്ട് നടക്കുന്നു, മര്യാദ വിട്ട് നടക്കുന്നു. പലപ്പോഴും പലരെയും നോക്കി നാം കുറ്റം പറയും. ദേ, അവൻ്റെ നടപ്പ് കണ്ടോ, അവൻ്റെ നടപ്പ് ശരിയല്ലല്ലോ, ഇങ്ങനെ നടന്നാൽ എങ്ങനെയാ കാര്യങ്ങൾ നടക്കുക? ഇവനെ കണ്ട് എന്ത് നമുക്ക് പഠിക്കാൻ സാധിക്കും? ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് എങ്ങനെ നമുക്ക് പള്ളിയിൽ പോകുവാൻ സാധിക്കും? ഇതിൻ്റെ കാരണം വിശുദ്ധ ബൈബിൾ അക്കമിട്ട് നിരത്തുന്നു. പരിശുദ്ധാത്മാവിനാൽ അവർ വ്യാഖ്യാനിക്കപ്പെടാതെ, പരിശുദ്ധാത്മാവിനാൽ മർമ്മങ്ങളെ ചിന്തിക്കുവാൻ സാധിക്കാതെ, ദർശനങ്ങളും അരുളപ്പാടും വെളിപ്പാടും ഇല്ലാതെ വന്നപ്പോൾ ജനം മര്യാദ വിട്ട് നടക്കുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ആത്യന്തികമാകുന്ന ജ്ഞാനം മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അറിവ് മനുഷ്യനിലില്ല. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ യുഗത്തിൽ വ്യക്തിജീവിതങ്ങൾ വിലപിക്കുകയാണ്. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സഭ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു? നാം ചിന്തിച്ചല്ലോ, അവിടെയും പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് എപ്പോഴും അവരെ നയിച്ചുകൊണ്ടിരുന്നു. ഒരു അപകടം മുമ്പിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ ഓർമ്മിപ്പിക്കും, അരുത്, അങ്ങോട്ട് പോകരുത് എന്ന് ഓർമ്മിപ്പിക്കും.
വെറുതെ നടക്കുന്ന ഒരു വ്യക്തിയോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ എങ്ങനെ പ്രാപിക്കാം എന്നുള്ളത് ഇനി വരുന്ന വിഷയങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് നടക്കുന്ന വ്യക്തിയോട് പരിശുദ്ധാത്മാവ് വ്യക്തമായ ദർശനങ്ങളിൽ കൂടെ സംസാരിക്കും. ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മ പറഞ്ഞു, ദേ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡൻ വരുന്നു, അവൻ്റെ തേരിനോട് ചേർന്ന് നടക്കുവാൻ. ഫിലിപ്പോസ് ഓടിച്ചെന്ന് ആ തേരിനോട് ചേർന്ന് നടന്നു. അപ്പോൾ ആ പ്രമാണി യെശയ്യാ പ്രവചനം വായിക്കുകയാണ്. അവനോട് ഫിലിപ്പോസ് ചോദിച്ചു, അലയോ യജമാനനെ, സഹോദര, താങ്കൾ വായിക്കുന്നത് താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇത് വിശദീകരിച്ച് തരുവാൻ, വ്യാഖ്യാനിച്ച് തരുവാൻ ആരുമില്ലാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എനിക്കങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതും ആരും എനിക്ക് വിശദീകരിച്ച് നൽകുന്നില്ല, അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. ശ്രദ്ധിക്കുക, ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മ പറഞ്ഞു, പോയി തേരിനോട് ചേർന്ന് നടക്കുക. തേരിനോട് അവൻ ചേർന്ന് നടന്നപ്പോൾ അവൻ കേട്ടു, ഒരു ദാഹിക്കുന്ന വ്യക്തി ജീവിതം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ദാഹിക്കുന്ന ഒരു ജീവിതം അവിടെയുണ്ട്. അവന് മനസ്സിലായി. ദൈവാത്മാവ് അവന് വെളിപ്പെടുത്തി കൊടുത്തു. അവനുടനെ മനുഷ്യനോട് ചോദിച്ചു, ഇത് ഗ്രഹിക്കുന്നുണ്ടോ? അവൻ്റെ ദയനീയമായ മറുപടി, ഇത് തിരിച്ചു തരുവാൻ, വിവേചിച്ചു തരുവാൻ ആരുമില്ലാത്തത് കൊണ്ട് എനിക്കൊന്നിനും സാധിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഉടനെ ഫിലിപ്പോസിൻ്റെ മനസ്സിൽ കൂടെ, ഫിലിപ്പോസിൻ്റെ അധരങ്ങളിൽ കൂടെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ വെളിപ്പാടുകളെ സംസാരിക്കാൻ തുടങ്ങി. ആ പ്രമാണിയോട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അരുളപ്പാടുകൾ ദർശനത്തിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ആ മനുഷ്യന് മനസ്സിലായി, ഇനി സാധിക്കില്ല, ഇനി ഒരു നിമിഷം പോലും മുമ്പോട്ട് പോകുവാൻ സാധിക്കില്ല, എനിക്ക് സ്നാനപ്പെട്ടേ മതിയാകൂ എന്ന്. അങ്ങനെ മനുഷ്യൻ എന്ത് ചെയ്തു? വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പോൾ, ഇനി എന്നെ സ്നാനപ്പെടുത്തുന്നതിന് നിനക്കെന്ത് വിരോധം എന്ന് ചോദിച്ചിട്ട് ആ മനുഷ്യൻ ഫിലിപ്പോസിനാൽ അവിടെ സ്നാനപ്പെട്ടു. ഫിലിപ്പോസ് അവനെ സ്നാനപ്പെടുത്തി. സ്നാനം കഴിഞ്ഞ് കയറിയ ഉടനെ ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. തിരുവചനം അങ്ങനെയാണ് പറയുന്നത്. നോക്കുക, ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സഭ അഭിവൃദ്ധിപ്പെടുവാനുള്ള കാരണം ഇവിടെയും പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം അവഗണിച്ചുകൂടാ. പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യത്തെ നാം അവഗണിച്ചാൽ അരുളപ്പാട് നഷ്ടപ്പെടും. വ്യക്തി ജീവിതങ്ങളെ മാനസാന്തരപ്പെടുവാൻ നമുക്ക് കഴിയാതെ വരും. ഇതുപോലെ എത്രയോ പ്രമാണിമാർ ഇങ്ങനെ തിരുവചനത്തിൻ്റെ പൊരുളുകൾ തിരിച്ചറിയാൻ സാധിക്കാതെ ഇന്നും ലോകരഥങ്ങളിൽ യാത്ര ചെയ്യുകയല്ലേ. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സഭയെപ്പോലെ പരിശുദ്ധാത്മാവിനാൽ നാം വിവരങ്ങളെ വ്യാഖ്യാനിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് നാം വളർന്നു വരണം. ഇങ്ങനെ നാം ആയി മാറുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഒന്ന് ചിന്തിക്കൂ, ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവും സഭയും തമ്മിൽ വളരെയേറെ ബന്ധമില്ലേ? ദൈവത്തിൻ്റെ ആത്മാവും സഭയും തമ്മിലുള്ള ബന്ധം എത്ര ഈടാർന്നതാണ്. പരിശുദ്ധാത്മാവ് ദൈവസഭയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് വ്യാഖ്യാനങ്ങളിൽ കൂടെ, ഉപദേശങ്ങളിൽ കൂടെ, ബലഹീനതകളിൽ തുണ നിൽക്കുന്നതിൽ കൂടെ ദൈവത്തിൻ്റെ സഭയെ ശക്തിപ്പെടുത്തുന്നില്ല എങ്കിൽ അവിടെ ദർശനം നഷ്ടപ്പെട്ടു പോകുന്നു, സ്നാനം മുടങ്ങുന്നു, അനുഗ്രഹം നഷ്ടപ്പെടുന്നു, സത്യത്തിൽ നടക്കുവാൻ സാധിക്കുന്നില്ല, പരിജ്ഞാനത്തിൽ വളരുവാനിടയാകുന്നില്ല. ആളുകൾ അവരെ നോക്കി ദുഷിക്കുന്നു. ഇന്ന് ആധുനിക സഭയെ നോക്കി മറ്റുള്ളവർ ദുഷിക്കുവാനുള്ള കാരണം എന്താണ്? സഭാ അംഗങ്ങൾ തന്നെയല്ലേ? സഭ തന്നെയല്ലേ അതിൻ്റെ കാരണം? പരിശുദ്ധാത്മാവാണോ അതിൻ്റെ കാരണം? ഒരിക്കലുമില്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. വിശുദ്ധ ബൈബിൾ അങ്ങനെ പറയുന്നതുമില്ല. ഇന്ന് ഞാൻ അവഹേളിക്കപ്പെടുവാനുള്ള കാരണം, സഭ ഇന്ന് ദുഷിക്കപ്പെടുവാനുള്ള കാരണം, പരിശുദ്ധാത്മാവിനെ അവർ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടുള്ള ഒരു വ്യാഖ്യാന ശൈലി അവർ ആഗ്രഹിക്കുന്നില്ല. മാനുഷികമാകുന്ന തിയറികളും സിദ്ധാന്തങ്ങളും ഉപയോഗിച്ച് അവർ പഠിപ്പിച്ച് ആളുകളെ പരിജ്ഞാനമുള്ളവരാക്കി മാറ്റുവാൻ അവർ ശ്രമിക്കുന്നു. പക്ഷേ ഇവിടെ നമുക്ക് പറ്റുന്ന അബദ്ധം, പരിജ്ഞാനം എപ്പോഴും ദൈവത്തിൽ നിന്ന് വരുന്നു, പരിശുദ്ധാത്മാവിനാൽ അത് നൽകപ്പെടുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിനാൽ ഇത് വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. പരിശുദ്ധാത്മാവിനാൽ മാത്രമാണ് ഒരു വ്യക്തി പരിജ്ഞാനം പ്രാപിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? സ്വന്തമായി എഴുതിയുണ്ടാക്കിയ തിയറികളും ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ച് മനുഷ്യനെ ഇന്ന് വഴിതെറ്റിക്കുന്നു. പരീശന്മാരെയും സദൂക്യരെയും ഒക്കെ ചൂണ്ടി യേശുക്രിസ്തു പറഞ്ഞത്, തിരുവചനത്തിൽ സുവിശേഷകന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ കടലും കരയുമൊക്കെ ചുറ്റി നടന്ന് ആളുകളെ മതത്തിൽ ചേർക്കുവാനായിട്ട് നടക്കുന്നു. ഇങ്ങനെ നിങ്ങൾ കാര്യങ്ങളൊക്കെയും ചെയ്തു കഴിയുമ്പോൾ നിങ്ങളും രക്ഷപ്പെടുന്നില്ല, നിങ്ങൾ ചേർക്കുന്ന പ്രിയപ്പെട്ടവരും രക്ഷപ്പെടുന്നില്ല.
അവരെ ഇരട്ടി നരകത്തിന് നിങ്ങൾ യോഗ്യരാക്കുന്നു എന്ന് സാരം. കടലും കരയുമൊക്കെ ചുറ്റി നടന്ന ആളുകളെ മതത്തിൽ ചേർക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഇങ്ങനെ മതത്തിൽ ചേർക്കുവാൻ വെമ്പൽ കൊള്ളേണ്ട. മതത്തിൽ ചേർക്കുന്നതിന് പകരം എൻ്റെ യേശുവിനോട് ചേർക്കുവാനുള്ള സന്നദ്ധത നാം പ്രകടിപ്പിക്കണം. ഇങ്ങനെ ഒരു സന്നദ്ധത നാം പ്രകടിപ്പിച്ചാൽ ദൈവാത്മാവ് നമ്മോട് കൂടെ ഇരിക്കും. ഒരു സഹോദരനെ കാണുമ്പോൾ അവനോട് സംസാരിക്കേണ്ടത് എന്തെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വ്യാഖ്യാനിച്ചു തരും. പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരും. അപ്പോൾ എൻ്റെ പരിജ്ഞാനത്തിനും എൻ്റെ ജ്ഞാനത്തിനും അപ്പുറമായി പരിശുദ്ധാത്മാവിനാൽ ഈ വിവരങ്ങൾ നമുക്ക് വ്യാഖ്യാനിച്ചു തരുമ്പോൾ ആ സഹോദരൻ്റെ ജീവിതത്തിൻ്റെ മൂടി വച്ചിരുന്ന രഹസ്യങ്ങളുടെ ഉള്ളറകളിലേക്ക് പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടും. രഹസ്യങ്ങളെ വെളിപ്പെടുന്ന നിമിഷത്തിൽ, തൻ്റെ പരാജയങ്ങളെ തിരിച്ചറിയുന്ന നിമിഷത്തിൽ ഒരു വ്യക്തി പിന്നെ സ്നാനപ്പെടാൻ എന്ത് താമസം? ഒരു വ്യക്തി ദൈവസഭയോട് ചേരുവാൻ പിന്നീട് എന്ത് താമസം? ഇവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ടത്, ദൈവസഭ എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ട് ദൈവസഭയുടെ അനുഭവത്തിൽ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കയറി ഇരുന്നാൽ സാധിക്കില്ല. അതിന് പുറത്തേക്കൊരു സത്യമുണ്ടെന്ന്, അതിന് പുറത്തേക്കൊരു വാതിലുണ്ടെന്ന്, വീണ്ടും കൂടുതൽ പ്രാപിക്കുവാൻ ചിലതുണ്ടെന്ന് മനസ്സിലാക്കുവാനുള്ള പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ഒരു ബോർഡ് വെച്ചതുകൊണ്ട്, ഉള്ളിൽ കുറേ അംഗങ്ങളുള്ളത് കൊണ്ട് ദൈവസഭയാകുന്നില്ല. ദൈവസഭ എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിരന്തരം സ്വാധീനിക്കപ്പെടുന്ന ഒന്നായിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിരന്തരം സ്വാധീനിക്കപ്പെടുന്ന ഒന്ന്, അവിടെയാണ് ദൈവസഭയുടെ മർമ്മം വെളിവാകുന്നത്. പരിശുദ്ധാത്മാവിനാൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്ന്, പരിശുദ്ധാത്മാവിനാൽ ഉപദേശിക്കപ്പെടുന്ന ഒന്ന്, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒന്ന്, അതാണ് ദൈവസഭ. ദൈവസഭ ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടണം. അങ്ങനെയായാൽ ഫിലിപ്പോസിനെ പോലെ ഒരു എത്യോപ്യനെ കാണുമ്പോൾ അവനോട് പറയേണ്ടത് എന്തെന്ന് ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഒരു എത്യോപ്യനെ കാണുമ്പോൾ എന്ത് പറയണമെന്ന് നമുക്ക് ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഫിലിപ്പോസിനോട് കൂടെ ഇരുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇനി എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, എൻ്റെ സഹോദര സഹോദരി, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നാം നിൽക്കുന്ന സഭയിൽ ഇത്തരത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ വ്യാഖ്യാനമുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടോ? ഉപദേശിക്കപ്പെടുന്നുണ്ടോ പരിശുദ്ധാത്മാവിനാൽ? പരിശുദ്ധാത്മാവിനാൽ ബലഹീനതകളെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ഒരവസ്ഥ നമുക്ക് സംജാതമാകുന്നില്ല എങ്കിൽ എങ്ങനെയാ അതിന് ദൈവസഭയെന്ന് പേരിടുക? എങ്ങനെയാ അതിന് ദൈവസഭയെന്നൊരു ബോർഡ് വയ്ക്കുക, നെയിം ബോർഡ് വയ്ക്കുക? യഥാർത്ഥമായി നാം ചിന്തിക്കേണ്ടതാകുന്ന സാരം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സ്വാധീനിക്കപ്പെടുന്ന ഒന്നായിരിക്കണം ദൈവസഭ. ദൈവത്തിൻ്റെ തിരുവചനം അങ്ങനെയല്ലേ സാക്ഷ്യപ്പെടുത്തുന്നത്? ഇവിടെയും നമുക്കൊരു കാര്യം വിസ്മരിച്ചുകൂടാ. ദൈവസഭ അനുഗ്രഹിക്കപ്പെടുന്നതിന്, ദൈവസഭ നന്നാകുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടിയേ തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. സകല കരുണയുടെയും ഉറവിടമായിരിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. നൽകിയ തിരുവചനങ്ങൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു വലിയ മാറ്റത്തിനിട വരുത്തുവാൻ ഈ നിമിഷം ഞങ്ങളതിനെ ഒരുങ്ങുവാൻ സഹായിച്ചാട്ടെ. ഈ വചനം ശ്രവിച്ച നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. മാനവും മഹത്വമെല്ലാം അങ്ങ് തന്നെ എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.